പ്രചാരണം രാവിലെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥികൾ പരമാവധി വോട്ടർമാരെ നേരിൽ കാണുന്ന തിരക്കിൽ തന്നെയാണ്. ഞാൻ ഇപ്പോഴുള്ളത് കോഴിക്കോട് സരോവരം ബയോ പാർക്കിലാണ്. സരോവരം ബയോ പാർക്കിൽ കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി എളമരം കരീം വോട്ടർമാരെ നേരിൽ കാണുകയാണ്. രാവിലെ ഒരുപാട് ആളുകൾ നടക്കാനും മറ്റ് വ്യായാമത്തിനുമൊക്കെയായി എത്തുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട് സരോവരത്തെ പാർക്ക്. അവിടെ നിരവധി ആളുകൾ രാവിലെ മുതലുണ്ട്. അവരെ പരമാവധി കണ്ട് അവരുടെ വോട്ട് ഉറപ്പിക്കുന്ന തിരക്കിലാണ്. ഇവിടെ നിന്നാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യത്തെ പ്രചാരണം എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എളമരം കരീം തുടക്കം കുറിച്ചിരിക്കുന്നത്. എന്തായാലും നിരവധി LDFിൻ്റെ പ്രവർത്തകരും അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. നമുക്ക് സ്ഥാനാർത്ഥിയോട് ചോദിക്കാമെന്ന്. കരീംക്ക് എങ്ങനെയുണ്ട് രാവിലെ തന്നെ പ്രചാരണം? നല്ല അനുഭവമാണ്. പരസ്യ പ്രചരണം മുതൽ ഇങ്ങനെ ആരംഭിക്കുകയാണ്. ഇന്നലെയാണല്ലോ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നത്. ജനങ്ങൾ നല്ല നിലയിലാണ് പ്രതികരിക്കുന്നത്. കോഴിക്കോട് എന്താ പറയുക, ഇവിടെ നിന്ന് തൊഴിലാളി പ്രവർത്തനത്തിലൂടെ പ്രവർത്തകനായി അതേപോലെ തന്നെ നേതാവായി വളർന്നു വന്നൊരു മണ്ണിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി മത്സരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരത്തെ മത്സരിച്ചു, മന്ത്രിയായൊക്കെ പ്രവർത്തിച്ച പരിചയവും കൂടിയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ആദ്യമായി പ്രചാരണത്തിന് വരുമ്പോൾ എന്താണൊരു അനുഭവം? ഒന്നാമത്തെ കാര്യം, എന്നെ ആർക്കും ഇവിടെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കോഴിക്കോട് മണ്ഡലത്തിൽ എല്ലാവർക്കും അറിയാം. അതാണ് ഒരു പ്രധാന പ്ലസ് പോയിന്റ്. രണ്ട്, രാഷ്ട്രീയ സാഹചര്യം LDFന് വളരെ അനുകൂലമാണ്. ഇന്നലെ ഹിമാചൽ പ്രദേശിൽ കണ്ടില്ലേ, കോൺഗ്രസിൻ്റെ ഭൂരിപക്ഷമുള്ള നിയമസഭയിലെ അംഗങ്ങൾ കൂറുമാറി വോട്ട് ചെയ്ത് BJPയെ ജയിപ്പിച്ചു. അപ്പോൾ BJPക്ക് വേണ്ടി നമ്മൾ ആളെ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ് ജനങ്ങൾ ചോദിക്കുക. ആ പ്രശ്നം വരുന്നുണ്ട്. രാഷ്ട്രീയം തന്നെയാണ്. രാഷ്ട്രീയം ഇന്ത്യ ഇന്ന് നേരിടുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ശരിയായ നിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷം മാത്രമാണ്. കോൺഗ്രസ് അവസരവാദ നിലപാടാണ്. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. കേരളം ഉടനീളം എന്താണ് ജനങ്ങളുടെ മുമ്പിൽ പ്രധാനമായും LDF മുന്നോട്ട് വെക്കുന്നത്? ഒന്ന്, നമ്മൾ മതനിരപേക്ഷതയും ഇന്ത്യൻ ഭരണഘടനയും തകർക്കുന്ന BJP നിലപാടിനെതിരെ ശക്തമായി നിലപാട് സ്വീകരിക്കും, പോരാടും എന്ന് തന്നെയാണ്. അതോടൊപ്പം തൊഴിലാളികൾ, കർഷകർ തുടങ്ങിയ ജനവിഭാഗങ്ങളുടെ ജീവിതം തകർത്ത നയമാണ് BJP നടപ്പാക്കുന്നത്. ദേശീയ തലത്തിൽ ആ പ്രക്ഷോഭം ശക്തിപ്പെടുത്താൻ എൻ്റെ സ്ഥാനം ഞാൻ ഉപയോഗിക്കും. അത് കഴിഞ്ഞ 6 വർഷക്കാലം ഞാൻ ചെയ്തിട്ടുണ്ട്. പാർലമെന്ററി പ്രവർത്തനം സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിലാണ് അതെ സ്ഥാനാർത്ഥി പരമാവധി വോട്ടർമാരെ കാണുകയാണ്. മുൻ മന്ത്രിയും MLAയുമായ അഹമ്മദ് ദേവർകോവിൽ അടക്കമുള്ള ആളുകൾ LDF സ്ഥാനാർത്ഥി എളമരം കരീമിനൊപ്പം ഉണ്ട്. അദ്ദേഹം വോട്ടർമാരോട് വോട്ട് അഭ്യർത്ഥിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ലതീഷ്, ഒപ്പം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പരമാവധി വോട്ടർമാരെ നേരിൽ കാണുക. തീർച്ചയായും എളമരം കരീം അദ്ദേഹത്തിന്റെ പ്രചരണ തിരക്കിലാണ്. ശൈലജ ടീച്ചറുടെ കാര്യം എങ്ങനെയാണ്? അവരുടെ പ്രചരണമൊക്കെ എങ്ങനെ നടക്കുന്നു? ലതീഷ്, ഇന്നലത്തെ റോഡ് ഷോയിലൊക്കെ തന്നെ വലിയൊരു ജനപിന്തുണയാണ് ടീച്ചർക്ക് ലഭിച്ചത്. സമൂഹ മാധ്യമങ്ങളിലടക്കം അതിന്റെ വീഡിയോ ഒക്കെ തന്നെ ശ്രദ്ധ നേടിയിരുന്നു. ടീച്ചറുടെ ഇന്നത്തെ പ്രചരണ പരിപാടികളൊക്കെ എങ്ങനെയാണ്? ഇന്ന് ശൈലജ ടീച്ചർ രാവിലെ പേരാമ്പ്രയിലാണ് എത്തിച്ചേരുക. പേരാമ്പ്രയിൽ നിന്നാണ് പ്രചാരണം തുടങ്ങുക. പേരാമ്പ്രയിൽ നിന്ന് പിന്നീട് ഉച്ചയ്ക്ക് ശേഷം ഉച്ചവരെ പേരാമ്പ്ര മണ്ഡലത്തിൽ തന്നെയായിരിക്കും പ്രചാരണത്തിന് ശൈലജ ടീച്ചർ ഉണ്ടാവുക. അതിനുശേഷം ഉച്ച കഴിഞ്ഞ് കൂത്തുപറമ്പ് മണ്ഡലത്തിലേക്ക് പോകും. 7 അസംബ്ലി മണ്ഡലങ്ങളാണ് ഓരോ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുമുള്ളത് എന്നതുകൊണ്ട് തന്നെ അസംബ്ലി മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണത്തിനായിരിക്കും സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുക്കുക. ആ നിലയിൽ ഉച്ച കഴിഞ്ഞ് കൂത്തുപറമ്പ് മണ്ഡലത്തിലേക്ക് പോകും. അത് കഴിഞ്ഞ് വൈകിട്ട് വീണ്ടും തിരിച്ച് കുറ്റ്യാടി മണ്ഡലത്തിലേക്കും എത്തിച്ചേരുന്നുണ്ട്. ആ നിലയിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം. ഇരു സ്ഥാനാർത്ഥികൾക്കും, കോഴിക്കോട് ജില്ലയിലെ 2 അസംബ്ലി മണ്ഡലങ്ങളാണുള്ളത്. വടകരയും കോഴിക്കോടും 2 സ്ഥാനാർത്ഥികൾക്കും ആവേശകരമായ സ്വീകരണമാണ് ഇന്നലെ. എളമരം കരീമിന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മുതലക്കുളം വരെയും KK ശൈലജ ടീച്ചർക്ക് വടകര റെയിൽവേ സ്റ്റേഷൻ മുതൽ വടകര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം വരെയും നൽകിയത്. വലിയ ആൾക്കൂട്ടം ഇരു സ്ഥാനാർത്ഥികൾക്കൊപ്പവും അല്ലെങ്കിൽ സ്വീകരിക്കാനും എത്തിയിരുന്നു. പരമാവധി വോട്ടർമാരെ നേരിൽ കാണുക എന്നത് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ പരമാവധി വോട്ടർമാരെ നേരിൽ കാണുക, വ്യക്തികളെ കാണുക, സ്ഥാപനങ്ങൾ സന്ദർശിക്കുക തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഈ വരുന്ന ദിവസങ്ങളിൽ സ്ഥാനാർത്ഥികൾ അതിനായിരിക്കും പ്രാമുഖ്യം നൽകുക.